ഇടത് വലതായോ എന്ന് ചോദിച്ചാൽ അങ്ങനെ മാറാനായി നിൽക്കുന്നു എന്നുള്ള പ്രതിപക്ഷ നേതാവിന്റെ ആ ഒരു ആഖ്യാനം ഏറ്റെടുക്കുന്നത് പോലെയാകും. അതുകൊണ്ട് എനിക്ക് അഭിപ്രായമില്ല. അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇനിയിപ്പോൾ കാഷായ വസ്ത്രം ധരിച്ച് അദ്ദേഹവും നേരത്തെ എന്തോ ഒരു വനവാസ പ്രഖ്യാപനമൊക്കെ നടത്തിയായിരുന്നു. വനവാസത്തിന് പോകുമ്പോഴും ഈ മരവുരി കാഷായമൊക്കെ ധരിക്കുന്നത് നമ്മൾ പുരാണങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ 14 വർഷത്തെ വനവാസമാണോ, ഏതു തരത്തിലുള്ള വനവാസമാണ് അദ്ദേഹം ആ വെല്ലുവിളിയായി വെച്ചത് എന്ന ചോദ്യം ഒരിക്കൽ കൂടി സജീവമാവുകയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന് കാഷായം ഇട്ടൊന്നും പോകേണ്ടി വരില്ല. അൺലെസ് അദ്ദേഹം അങ്ങനെ ആഗ്രഹിച്ചാലല്ലാതെ. അതും ഇപ്പോഴൊന്നും ആഗ്രഹിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് നിലവിലത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിലെന്ന് കരുതുന്നുമില്ല. ഇവിടെ വോട്ടിലാണ് എല്ലാവർക്കും വിശ്വാസം. ആ വോട്ടിന് വേണ്ടി എല്ലാവരും വിശ്വാസികളാകുന്നു, വിശ്വാസത്തെ ചേർത്ത് പിടിക്കുന്നു. അതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പെരുന്നയിൽ തന്നെ ചുറ്റിത്തിരിഞ്ഞ് എത്ര ദിവസമായി കേരള രാഷ്ട്രീയം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്, എന്തൊക്കെ വികസന വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. നിയമസഭയിൽ ഒരു ബില്ലിന്റെ കാര്യത്തിലൊക്കെ നേരത്തെ എന്താണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത്, ആ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ വന്യജീവികളെ വെടിവെച്ച് കൊല്ലുന്നതിനായിട്ടുള്ള ആ ബില്ലിന്റെ കാര്യമൊക്കെ അത് ഈ നിയമസഭാ സമ്മേളനത്തിൽ വരുന്നു. അതേക്കുറിച്ചൊക്കെ വലിയ ചർച്ചകളായിരിക്കും ഈ ദിവസങ്ങളിൽ എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ അതൊന്നും ചർച്ചയാകുന്നില്ല. ഇവിടെ ഇപ്പോൾ ചർച്ചയാകുന്നത് എന്താണ്? വിശ്വാസം വോട്ടാക്കാൻ വേണ്ടിയുള്ള മത്സരമാണ് ചർച്ചയാകുന്നത്. ജി സുകുമാരൻ നായർ തന്നെ പറഞ്ഞു, പബ്ലിസിറ്റി എനിക്കിഷ്ടമാണ്, നിങ്ങൾ എന്നെക്കുറ്റി പറഞ്ഞോളൂ, എനിക്കെതിരെ പ്രതിഷേധിച്ചോളൂ എന്ന്. അപ്പോൾ ജി സുകുമാരൻ നായർ എന്ന NSS ജനറൽ സെക്രട്ടറിക്ക് പബ്ലിസിറ്റി കൊടുക്കേണ്ടതിനാണോ നമ്മുടെ എയർ ടൈം, അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുടെ കൂടുതൽ സമയം, അല്ലെങ്കിൽ അവരുടെ ചിന്താശേഷിയൊക്കെ ഇങ്ങനെ വിനിയോഗിച്ചുകൊണ്ടിരിക്കേണ്ടതെന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം അവിടെ നിൽക്കുകയാണ്.